ADGP MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ടിൽ അനിശ്ചിതത്വം. ഒരു മാസത്തിനുള്ളിൽ സമർപ്പിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ച റിപ്പോർട്ട് സമയപരിധി കഴിഞ്ഞിട്ടും സമർപ്പിച്ചിട്ടില്ല. DGPയുടെ നേതൃത്വത്തിൽ ഇന്നലെ അന്വേഷണ സംഘം യോഗം ചേർന്നെങ്കിലും റിപ്പോർട്ടിൽ അന്തിമ തീരുമാനം എടുത്തില്ല എന്നാണ് സൂചന. വിവരങ്ങളുമായി AK സ്റ്റെഫിൻ ഒപ്പം ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. ഈ റിപ്പോർട്ട് വൈകുന്നു എന്ന് മാത്രമല്ല, ഇതിലാകെ ഒരു ഒളിച്ചുകളി നമുക്ക് മണക്കുകയാണ്. തൽസ്ഥാനത്ത് ഇപ്പോഴും ADGP തുടരുന്നു. റിപ്പോർട്ട് ഇനിയും സമർപ്പിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ വാക്കിനൊരു വിലയില്ലേ? മോത്തി, ഏതായാലും ഒരു 2-3 ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഏതായാലും ഈ അന്വേഷണം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ നടപടി ഉണ്ടാകൂ എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതായാലും ADGPയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ളൊരു ആവശ്യം മുന്നണിയിൽ നിന്ന്, പ്രത്യേകിച്ച് CPIയിൽ നിന്ന് ആവർത്തിച്ച് ഉയർന്നുവെങ്കിൽ പോലും അത് ഇപ്പോൾ പരിഗണിക്കേണ്ട എന്നൊരു നിലപാടിൽ തന്നെയാണ് മുഖ്യമന്ത്രി തുടരുന്നത്. അത് ഈ അന്വേഷണ റിപ്പോർട്ട് വരാത്തതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. ഈ സാധ്യത ഇന്നോ അല്ലെങ്കിൽ നാളെയോ അടുത്ത 3 ദിവസങ്ങൾക്കിടയിൽ, അടുത്ത നിയമസഭ കൂടുന്നതിന് മുമ്പ് ഒരു പക്ഷേ റിപ്പോർട്ട് 7-ാം തീയതിയാണ് ഇനി നിയമസഭ സമ്മേളിക്കുന്നത്. ഒരു പക്ഷേ അതിന് മുമ്പ് റിപ്പോർട്ട് വരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രതിഷേധം CPIയുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉയരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി നിർത്തണം എന്ന് CPI ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ പാർലമെന്ററി കാര്യ യോഗത്തിൽ ആവശ്യപ്പെട്ടു. പരസ്യമായി CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. എന്നിട്ടൊന്നും തന്നെ ഇത് മാറ്റുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ഒരു നിലപാടെടുക്കുന്നില്ല. ഇപ്പോഴും ആ കടുംപിടുത്തമാണ് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ ഇരുത്തുന്നത്, സുരക്ഷിതത്വത്തോടെ ഇരുത്തുന്നത്. ഇനി ഏതായാലും റിപ്പോർട്ട് വന്ന ശേഷം വരുന്നത് വരെ കാത്തിരിക്കാനാണ് മറ്റ് ഘടകകക്ഷികളുടെ എല്ലാം തന്നെ തീരുമാനം. ഒരുപക്ഷെ നിയമസഭ സമ്മേളിക്കുന്ന ആ ദിവസവും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ റിപ്പോർട്ടിന്മേൽ നടപടിയൊന്നുമില്ല എങ്കിൽ ഒരു പരസ്യമായ ഒരു പ്രതിഷേധത്തിലേക്ക് അടക്കം നീങ്ങാനുള്ളൊരു ആലോചനയും CPIയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോഴും ആ റിപ്പോർട്ടിന്മേലുള്ള അനിശ്ചിതത്വം തുടരുകയാണ്.